ന്യൂസ് 26 വാർത്തയിലേക്ക് സ്വാഗതം. ഹുദവികളുടെ വാട്സാപ്പ് ഗ്രൂപ്പായ ഹുദവി ബ്രദേഴ്സിന്റെ വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തവർക്കെതിരെ ബന്ധപ്പെട്ടവർ പരാതി നൽകി. ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച എന്ന പേരിൽ മുസ്ലിം ലീഗ് നേതാക്കളെയും ഏതാനും ഹുദവികളെയും ബന്ധപ്പെടുത്തി വ്യാജ സന്ദേശങ്ങളും വീഡിയോയും പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് ഐഡികൾക്കും വാട്സാപ്പ് ഗ്രൂപ്പുകൾക്കും സത്യമെന്തെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അത് വാർത്തയാക്കിയ റിപ്പോർട്ടർ ടിവിക്കുമെതിരെയാണ് പരാതി. മലപ്പുറം സ്വദേശി ജാബിർ അലിയാണ് പരാതിക്കാരൻ. ജില്ലാ പോലീസ് മേധാവിക്കും മലപ്പുറം പോലീസിനും നൽകിയ പരാതിയിൽ ഉടൻ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരെ പിടികൂടുമെന്നും പോലീസ് ഉറപ്പു നൽകി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഹാദിയയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന തിരുത്ത് ജനജാഗരണ സദസ്സിന്റെ മുന്നോടിയായാണ് വ്യാജ ഗ്രൂപ്പ് നിർമ്മിച്ച് ചിലർ ദുഷ്പ്രചാരണം നടത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും പരിപാടി മുടക്കാനും ആളുകളെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ച ഇക്കൂട്ടർക്ക് തലക്കടിയേൽക്കും വിധമാണ് പ്രോഗ്രാം വിജയിച്ചതും ഗംഭീരമായതും സമൂഹത്തിനിടയിൽ ചർച്ചാവിഷയമായതും. സമുദായത്തിന് ഇനി ഒരു ഭിന്നിപ്പ് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന തിരിച്ചറിവിലാണ് ഇത്രയും കാലം സഹിച്ച് മിണ്ടാതിരുന്നതെന്നും എന്നാൽ പ്രശ്നങ്ങൾ പരമാവധി വഷളാക്കി സ്വാർത്ഥ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി കളവുകളും ദുഷ്പ്രചാരണങ്ങളുമായി ഈ ഛിദ്രശക്തികൾ ദൈനംദിനം മുന്നോട്ടു പോകുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്നും ഹാദിയ പ്രവർത്തകർ വ്യക്തമാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടന SYSന്റെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തി ആളുകൾ അവരെ ഷജറകൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിഭാഗം ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഛിദ്രശക്തികൾ, അഭിനവ വിഘടിതർ, അങ്ങനെ അവരെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ഫൈസി 200-ലധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ദാറുൽ ഹുദയെക്കുറിച്ച്, ഹാദിയെക്കുറിച്ച് അർദ്ധസത്യങ്ങളും ഇല്ലാത്ത നുണകളും കൃത്യമായി എഴുതി പഠിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മുന്നിലൊരു നീണ്ട കുറ്റപത്രം കെട്ടുകണക്കിന് പേജ് ഞങ്ങൾ എഴുതി കൊടുത്തു. ഇത് സതുദ്ദേശത്തോടെയാണ് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം. ഇത് സതുദ്ദേശത്തോടുകൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. മനുഷ്യരാണെന്ന് നമ്മളൊക്കെ, എല്ലാവർക്കും ഒരു അഭിപ്രായമാവില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരാളോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഞാനത് അയാളെ തിരുത്താൻ ശ്രമിക്കണം. അയാൾ തീർക്കാൻ ശ്രമിക്കണില്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ പരാമർശങ്ങൾ ഞങ്ങളെക്കുറിച്ച് നടത്തി 200 പേജിലധികം, ഞാനതിൻ്റെ പേജിൻ്റെ കണക്കിൻ്റെ കൃത്യം 200 പേജിൽ ഏറെ ഉണ്ടാകുന്ന 100% ഉറപ്പുള്ളത് കൊണ്ട് പറയാം. ചിലർ പറഞ്ഞു 300 പേജുണ്ട്, 400 പേജുണ്ട്. കാരണം ഇത് അത്രമേൽ കെട്ടുകണക്കിന് ഞങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ചെറിയ വിഷയങ്ങളാണ്. അല്പത്തരം എന്നല്ലാതെ എന്താ പറയാ, അല്പത്തരം. എന്നിട്ട് അത് എഴുതി കൊടുത്തു. എന്തായിരുന്നു ഫലം? ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഓരോ വിഷയങ്ങളും ചോദിച്ചു. സംസ്ഥയുടെ സമുന്നതനായ നേതാക്കന്മാർ അവിടെ ഇരുന്നു കൊണ്ട് അവരവസാനം പറഞ്ഞു, ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. തള്ളി എന്ന് പറയുന്നത് ഞാനല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതനായ നേതാവ്. അദ്ദേഹം സുപ്രഭാതത്തിൽ ലേഖനം എഴുതി, വേറൊരു വിഷയ സംബന്ധമായിട്ട് ഉണ്ടായപ്പോൾ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഉദവികൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്ന അടിസ്ഥാനത്തിൽ സമസ്ത മുഷാവറ തള്ളിക്കളഞ്ഞു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന തീരുമാനത്തെ അംഗീകരിക്കുവാൻ, ഞങ്ങൾക്കെതിരെ പരാതി എഴുതി കൊടുക്കാൻ ദിവസങ്ങളോളം ഒരു PhD വിദ്യാർത്ഥിയേക്കാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഈ ഫൈസിക്ക് സാധിക്കുമോ സമസ്തയുടെ കൂടെ നിൽക്കാൻ? സമസ്ത തള്ളി, എന്നിട്ട് നിങ്ങൾ അതിന്റെ കൂടെ നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, തള്ളിക്കളഞ്ഞ പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ വീണ്ടും എടുത്തുദ്ധരിക്കുകയല്ലേ നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ഗുണകാംക്ഷയില്ലാതെ, സതുദ്ദേശമില്ലാതെ ഈ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോട് പ്രവർത്തിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ ഒരു നീതിബോധമില്ലേ? ഒരു വലിയ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കാം. 1-2 പേജ് എഴുതി കൊടുത്താൽ മനസ്സിലാക്കാം.
ഇത് പകയല്ലാതെ മറ്റെന്താണ്? അസൂയയല്ലാതെ മറ്റെന്താണ്? ഞാനെപ്പോഴും പറയാറുണ്ട്, പലരും നമ്മളോട് ഗുണകാംക്ഷകൾ വന്നുകൊണ്ട് നിങ്ങളോട് അസൂയാണ് ഒരുക്കുന്നത്. നമ്മൾ അതിന് മാത്രം വളർന്നു എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കണില്ല. എന്തായാലും മലപ്പുറത്തെ ഈ ജനജാഗ്രതാ സദസ്സോടെ കാര്യം മനസ്സിലാവാതിരുന്ന പലർക്കും ഷജറകളെന്ന പേരിൽ അറിയപ്പെടുന്ന ഛിദ്രശക്തികളുടെ തനി നിറവും ഗൂഢലക്ഷ്യവും ഹിഡൻ അജണ്ടയും വ്യക്തമായിട്ടുണ്ടെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാണ്.